എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ജിജു. ചന്തക്കുന്ന് ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറാണ്. നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു പരാതിയാണ്, ഈ കൊളസ്ട്രോൾ പേഷ്യൻസ് പറയുന്ന ഒരു പരാതിയാണ്, അവർ എത്ര ഭക്ഷണം കൺട്രോൾ ചെയ്തിട്ടും അവരുടെ കൊളസ്ട്രോൾ കുറയുന്നില്ല എന്നുള്ളത്. അവർ പറയാറ് അവർ കൊഴുപ്പുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കുന്നില്ല, നെയ്യിൽ വറുത്തത്, അങ്ങനെ എണ്ണയിൽ പൊരിച്ചത്, അങ്ങനത്തെ ഒരു ഭക്ഷണവും കഴിക്കുന്നില്ല, എന്നാലും അവരുടെ കൊളസ്ട്രോൾ ലെവൽ കുറയുന്നില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് അവരുടെ കൊളസ്ട്രോൾ കുറയാത്തത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഏതായാലും അതിനൊരു കലോറിക് വാല്യൂ ഉണ്ട്. അപ്പം നമ്മളെ ശരീരത്തിന്, ഓരോ ആളുകളുടെ ശരീരത്തിനും ആവശ്യമുള്ള ഒരു കലോറി ഉണ്ട്. അത് പുരുഷന്മാരിലാണെങ്കിൽ 2000 to 2200 കലോറിയാണ് ആവശ്യമുള്ളത്. സ്ത്രീകളിലാണെങ്കിൽ ഏകദേശം ഒരു 1800 to 2000 കലോറി. അത് ചെറിയ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവും. കാരണം വെച്ചാൽ നമ്മളെ പ്രായം അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ പുരുഷനോ സ്ത്രീയോ എന്നുള്ളതനുസരിച്ചിട്ട്, നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിന് അനുസരിച്ചിട്ട് കലോറി വാല്യൂസിൽ നമുക്ക് ആവശ്യമുള്ള കലോറീസിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഏകദേശം ഒരു കണക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ ഭക്ഷണത്തിൽ കൂടെ നമുക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ കലോറി നമ്മളെ ശരീരത്തിൽ എത്തിയാൽ അത് ശരീരം കൊളസ്ട്രോൾ ആക്കിയാണ് മാറ്റുന്നത്. അപ്പം നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിനും ഒരു കലോറി വാല്യൂ ഉണ്ട്. ഇപ്പോൾ നമുക്ക് എല്ലാ ഭക്ഷണത്തിൻ്റെയും കലോറി വാല്യൂ നോക്കിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല. എന്നാൽ ഏകദേശം നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ കൂടുതലാണോ കഴിക്കുന്നുള്ളത് എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു പഴം, ബനാന, അതിന് ഏകദേശം ഒരു കലോറി വാല്യൂ എന്ന് വെച്ചാൽ ഒരു 85 അല്ലെങ്കിൽ 90 ആണ് കലോറി വാല്യൂ വരുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിനും അങ്ങനെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ രാവിലെ ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ, അതിനൊക്കെ ഏകദേശം ഒരു 55, 60 ആ ഒരു റേഞ്ചിലാണ് കലോറി വാല്യൂ വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് കലോറി നോക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പല ആളുകൾക്കുള്ള ഒരു ഡൗട്ടാണ്, അപ്പോൾ നമ്മൾ കുറേ ഭക്ഷണം കുറയ്ക്കുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണം വരില്ലേ, അല്ലെ, ആ രീതിയിലുള്ള ഡൗട്ട്സ് ഒക്കെ വരും. അപ്പോൾ നമ്മൾ നോക്കുക, കലോറി വാല്യൂ നോക്കുമ്പോൾ ചില ഭക്ഷണങ്ങൾക്ക് കലോറി വാല്യൂ വളരെ കുറവാണ്. അപ്പം നമ്മൾ പച്ചക്കറിയൊക്കെ എടുത്താൽ, ഇപ്പം ചീര, തക്കാളി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുക. അപ്പോൾ തക്കാളീൻ്റെയൊക്കെ എന്താ പറയുക, കലോറി വാല്യൂ വളരെ കുറവാണ്, 20, 25 ആ റേഞ്ചിലേ വരുന്നുള്ളൂ. അപ്പം നമുക്ക് വയറ് നിറയാത്തൊരു പ്രശ്നം വരില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഈ പച്ചക്കറികൾ കൂടുതൽ കഴിച്ചാൽ നമ്മളെ വയറ് നിറയുകയും ചെയ്യും, പക്ഷേ കൂടുതലായിട്ട് കലോറി നമ്മളെ ശരീരത്തിൽ എത്തില്ല. പല ആളുകളും ചെയ്യുന്ന വേറെ ഒരു തെറ്റെന്ന് വെച്ചാൽ നമ്മളെ ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങൾ ഏറ്റവും കൂടുതൽ കിട്ടുന്ന കോഴിമുട്ട അല്ലെങ്കിൽ ചിക്കൻ, അതൊക്കെ അങ്ങ് ഒഴിവാക്കുകയാണ് ചെയ്യുക. കൊളസ്ട്രോൾ ഉണ്ടെന്ന് കേൾക്കുമ്പോഴേക്കും കോഴിമുട്ടയിൽ നിന്ന് തൊടാത്ത ആളുകളുണ്ട്. പക്ഷെ അപ്പം നമുക്ക് ആവശ്യമുള്ള പോഷകങ്ങളൊന്നും കിട്ടാത്തൊരവസ്ഥ വരും. അപ്പം ആ രീതിയിലല്ല നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പം മുട്ടയും ഇറച്ചിയൊക്കെ കഴിക്കാൻ നോക്കുക, പക്ഷെ നമ്മൾ കുറച്ചൊന്ന് നമ്മളെ ശരീരത്തിൽ എത്തുന്ന കലോറിക് വാല്യൂ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കൊളസ്ട്രോളിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. അപ്പോൾ നമ്മൾ കൊളസ്ട്രോൾ ഉള്ള ആളുകൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളെ ശരീരത്തിൽ ആവശ്യത്തിൽ കൂടുതൽ കലോറി നമ്മളെ ശരീരത്തിൽ എത്താതെ നോക്കുക എന്നുള്ളതാണ് കൊളസ്ട്രോളിലുള്ള ആളുകൾ ചെയ്യേണ്ടത്.